സുജാൻ 19 ആണ്. ഇന്നത്തെ ഒരു കോട്ട് പറയുന്നുണ്ട്. പിരിമുറുക്കത്തിന് കാരണം എവിടെയോ വരുത്തിയ അശ്രദ്ധയാണ്. യെസ്, നമുക്ക് ഭയങ്കര സ്ട്രെസ്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ടയേർഡ് ലൈഫ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്കോ ഒരു ശ്രദ്ധ കൊടുക്കാത്തതുണ്ട്. നിങ്ങൾ നിങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല. മറ്റുള്ളവർ ഏതൊക്കെയോ കാര്യങ്ങൾക്ക് ഓവറായിട്ടുള്ള വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു സ്ട്രെസ്സ് വരുന്നത്. എല്ലാം ലൈഫിൽ നടക്കുന്നത് ഓൾറെഡി എഴുതി വെച്ചതാണ്. അത് അതുപോലെ തന്നെ പോകും. നിങ്ങൾ സ്ട്രെസ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, ഹാപ്പി ആയിട്ട് പോവുക. നിങ്ങളുടെ കോൺട്രാക്ട്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തും ലൈഫിൽ നടക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ നമുക്ക് നിങ്ങളുടെ പേഴ്സൺ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോകുന്നു. സോ എന്തൊക്കെയാണ് അവരുടെ മെസ്സേജസ് നോക്കാം. ഡബിൾ എനർജി, അവർക്ക് ഒരുപാട് എനർജീസ്, ഡബിൾ എനർജി അവർ പോലും അറിയാതെ അവരുടെ ഓറയിലുണ്ട്. അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ എനർജീസ് ഡബിൾ ആയിരിക്കാം. ഡബിൾ അത്ര നല്ല കാർഡല്ല. ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ ഇവിൾ എനർജീസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ എനർജി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹനുമാൻ ചാലീസ കേൾക്കുന്നത് നല്ലതാണ്. അതുപോലെ കാലഭൈരവന്റെ സ്തോത്രം അല്ലെങ്കിൽ അഷ്ടാംഗം കേൾക്കുന്നത് വളരെ നല്ലതാണ്. 4 മിനിറ്റിനൊരു സോങ് ഉണ്ട്, അത് കേൾക്കുന്നത് വളരെ ഉറക്കെയോ ലൗഡ് സ്പീക്കറിൽ വീട്ടിൽ ഫീൽ ചെയ്യാണ്. നെഗറ്റീവ് എനർജീസ് ഉണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ യെസ്, നിങ്ങൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എനർജി മാറാനുള്ള ചാൻസസ് വളരെ പവർഫുൾ ആണ് കേട്ടോ. സോ നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി പറയുകയാണെങ്കിൽ ഡബിൾ എനർജി കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് വാൻസ് ആണ്. ഇപ്പോൾ ഒരു വളരെ മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ജോലി അതിലേക്ക് ഓവർ ഫോക്കസ്ഡ് ആണ്. അതിലൊരുപാട് സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. കണ്ടോ, അവർ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം, ഭയങ്കര സ്ട്രോങ് ആയിരിക്കുന്നു. കിങ് ഓഫ് വാൻസ് എനർജിയാണ് പറയുന്നത്. ഓൾറെഡി ആ ഒരു കിങ് എനർജി, വാൻസ് ഫയർ ആക്ഷൻ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ദേഷ്യഭാവം എന്നല്ല, അങ്ങനെ ആ ഒരു എനർജിയിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. ഇച്ചിരി ഈഗോ ഇപ്പോഴും പൊട്ടാനുണ്ട്. ആൻഡ് ഓൾസോ അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, ഈഗോ പൊട്ടുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കാൻ ചാൻസസ് ഉണ്ട്. 10 ഓഫ് സോഡ്സ് ആണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഏതൊക്കെയോ സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പം നിൽക്കുന്ന പ്ലേസിൽ ഇതൊക്കെയാണ് എനർജീസ്. 10 ഓഫ് സോഡ്സ് മീൻസ് അവർ ഡൗൺ ആയി, അവർ ഓൾറെഡി ഡെഡ് എൻഡ് കണ്ടു എന്നൊക്കെ പറയാം. ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെയാണ് പറയുന്നത്. അത്രയും ചത്തു ജീവിക്കുന്ന അവസ്ഥയാണ്. 10 ആണ് കാണിക്കുന്നത്. ഇതും 10-5 ആണ്. ഓക്കെ, കർമ്മ അക്കൗണ്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. യെസ്, അഫ്കോഴ്സ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ഹൈ ആണ്. കാരണം അവർ വളരെ സ്ട്രെസ്ഡ് ആയിട്ട് കൊണ്ടുപോയിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്നത്. ഇതൊക്കെ സ്ട്രെസ് എനർജിയിൽ പറയുന്നത് കിങ് ഓഫ് വാൻസ് കേട്ടോ. ആൻഡ് അവരുടെ കയ്യിലൊരു വാൻസ് പിടിച്ചിട്ടുണ്ട്. അവരെന്തൊക്കെയോ ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. അതിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ലിസാർഡ് ഒരു വെള്ളം അല്ലെങ്കിൽ ബേബി വാട്ടർ സൈൻ ആയിരിക്കും. ഇതിൽ ഫയർ സൈൻ ആണ് പറയുന്നത്. ആൻഡ് ഓൾസോ കമ്മ്യൂണിക്കേഷൻസ് നന്നായിട്ട് വരുന്നു കേട്ടോ. ഓക്കെ.